കണ്ണൂർ കൈതപ്പുറത്ത് മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. പ്രതി സന്തോഷ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് കണ്ടെത്തൽ. പ്രതി കൊലയ്ക്കായി ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തി. വ്യക്തിവിരോധവും പകയും മൂലം സന്തോഷ് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൃത്യത്തിനു മുമ്പ് ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് കൊലപാതകം കരുതിക്കൂട്ടി ഉറപ്പിച്ചതാണെന്ന് തെളിയിക്കുന്നു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും സൗഹൃദത്തിലായിരുന്നു. അടുത്ത കാലത്ത് ഇരുവരും കൂടുതലെടുത്തു. ബന്ധത്തെ രാധാകൃഷ്ണൻ എതിർത്തതോടെ സന്തോഷിന്റെ മനസ്സിൽ വൈരാഗ്യമുണ്ടായി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മോട്ടീവ് പേഴ്സണൽ എനിമിറ്റി തന്നെയാണ്. ഇതുവരെ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ പറയാൻ പറ്റും ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിന്. നെഞ്ചിൽ ആദ്യ വെടിയേറ്റയുടൻ രാധാകൃഷ്ണൻ മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യത്തിന് ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തി. രാധാകൃഷ്ണന്റെ കുടുംബം താമസിച്ച വാടക വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. തെളിവെടുപ്പിനിടെ സന്തോഷ് തന്നെ തോക്കൊളിപ്പിച്ച ഇടം പോലീസിന് കാണിച്ചു കൊടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ രാധാകൃഷ്ണന്റെ മൃതദേഹം കൈതപ്പുറം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ.